എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ മൊഡ്യൂളായ സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൽ ടോട്ടൽ പർച്ചേസ് കാണാനും അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ടോട്ടൽ പർച്ചേസ് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് ടോട്ടൽ പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കേണ്ട ഒരു അക്കൗണ്ട് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്ലിയർ ആയല്ലോ? ടോട്ടൽ പർച്ചേസ് കാണാനല്ല, ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ നമ്മൾ എന്ത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റ് സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ആദ്യം തന്നെ നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമുക്ക് രണ്ട് സൈഡാണ് ഉണ്ടാവുക, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. അപ്പൊ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് സൈഡ് നോക്കൂ. ക്രെഡിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, നമ്മുടെ വലത് കൈയുടെ സൈഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത്. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നും പറയും. അപ്പൊ ക്രെഡിറ്റ് സൈഡിലാകെ രണ്ട് ഐറ്റംസേ വരും. ഒരു ബാലൻസ് ബി ബൈ ഡിയും ബിൽസ് പേബിൾ ഡിസ്ഓണേർഡും. ബാലൻസ് ബി ബൈ ഡിനെ നമുക്ക് ബി ഡി എന്ന് പറയാം. ബിൽസ് പേബിൾ ഡിസോണേർഡിനെ ചുരുക്കി നമുക്ക് എന്ത് പറയാം? ബിൽസ് പേബിളിന്റെ ബിയും ഡിസോണേർഡിന്റെ ഡിയും. അപ്പോ രണ്ട് ബി ഡി മാത്രമേ എവിടെ വരുള്ളൂ? ക്രെഡിറ്റ് സൈഡിൽ വരികയുള്ളൂ. ബാക്കി എല്ലാ ഐറ്റംസും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ഡെബിറ്റിലാണ്. അതായത് ഡെപ്റ്റേഴ്സിന്റെ ക്യാഷ്, ബാങ്ക് ബാലൻസ്, ബിൽസ് പേബിൾ ഇഷ്യൂഡ് ഓർ ഗിവൺ, ഡിസ്കൗണ്ട്, റിട്ടേൺ ഔട്ട് വാർഡ്. റിട്ടേൺ ഔട്ട് വാർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്. അലവൻസസ്, ബാഡ് ഡെപ്റ്റ്, ബാലൻസ് സി ബൈ ഡി. ബാലൻസ് സി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്. ബാലൻസ് ബി ബൈ ഡി എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ്. ഇതാണ് ഇതിന്റെ ബേസിക് ഫോർമാറ്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ. ഇത് വെച്ചുകൊണ്ട് ഈ ഫോർമാറ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ വേറെ ഒന്നും പഠിക്കണ്ട. ക്രെഡിറ്റ് സൈഡിൽ രണ്ട് ബി ഡി വരും. ഒന്നാമത്തെ ബി ഡി എന്താ? ബാലൻസ് ബി ബൈ ഡി അഥവാ ഓപ്പണിംഗ് ബാലൻസ്. രണ്ടാമത്തെ ബി ഡി എന്താണ്? ബിൽസ് പേബിൾ ഡിസോണേർഡ്. നമ്മുടെ ചോദ്യത്തില് ബിൽസ് പേബിൾ ഉണ്ടാവും, ബിൽസ് പേബിൾ ഇഷ്യൂഡ് ഉണ്ടാവും, ബിൽസ് പേബിൾ ഗിവൺ എന്നുണ്ടാവും. അതൊന്നും നമ്മൾ എവിടെ എടുക്കരുത്? ക്രെഡിറ്റ് സൈഡിൽ എടുക്കരുത്. ക്രെഡിറ്റ് സൈഡിൽ എന്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ബിൽസ് പേബിൾ അതിന്റെ കൂടെ ഡിസ്ഹോണേർഡ് എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ക്രെഡിറ്റ് സൈഡിൽ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്? ക്യാഷ്, ബാങ്ക്, ബിൽസ് പേബിൾ ഇഷ്യൂഡ് എന്നോ ഗിവൺ എന്നോ വെറും ബിൽസ് പേബിൾ എന്ന് പറഞ്ഞാലോ അതൊക്കെ ഡെബിറ്റിലായിരിക്കും. പിന്നെ ഡിസ്കൗണ്ടും റിട്ടേൺ ഔട്ട് വാർഡും അലവൻസസും ബാഡ് ഡെപ്റ്റുമാണ് ഇവിടെ വരിക, നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരിക. ഇനി നമുക്കൊരു ടോട്ടൽ പർച്ചേസ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഫോർമാറ്റ് വെച്ചിട്ട് ക്രെഡിറ്റ് പർച്ചേസ് കാണും. ചോദ്യത്തിൽ മേ ബി ക്യാഷ് പർച്ചേസും തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പർച്ചേസ് കാണാൻ ആ ചോദ്യത്തിൽ തന്നിട്ടുള്ള ക്യാഷ് പർച്ചേസിന്റെ കൂടെ നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ക്രെഡിറ്റ് പർച്ചേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പർച്ചേസ് കിട്ടും. ഇനി നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചോദ്യത്തിന്റെയും എമൗണ്ടിന്റെ സൈഡിൽ അല്ലെങ്കിൽ ആ ഐറ്റത്തിന്റെ സൈഡിൽ അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് ഷോർട്ടായിട്ട് ഡെബിറ്റിലേക്ക് പോവേണ്ട ഐറ്റംസ് ഡി എന്നും ക്രെഡിറ്റിലേക്ക് പോവേണ്ട ഐറ്റംസ് സി എന്നും എഴുതണം. അപ്പൊ ഈ ചോദ്യം നോക്കിക്കേ. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2020. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2020 എത്രയാണ് ടോട്ടൽ പർച്ചേസ് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കിക്കേ. ഒന്നാമത്തെ ഐറ്റം ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 1st January 2020. അപ്പോ ഓപ്പണിംഗ് ക്രെഡിറ്റർ ആണല്ലോ അത്. ഓപ്പണിംഗ് ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബാലൻസ് ബി ബൈ ഡി ആണ്. അതായത് ജനുവരിയിൽ തരുന്ന അല്ലെങ്കിൽ ഏപ്രിൽ 1-ാം തീയതി തരുന്ന, ചില പ്രോബ്ലത്തിൽ ജനുവരി 1 ആയിരിക്കും, ചില പ്രോബ്ലത്തിൽ ഏപ്രിൽ 1 ആയിരിക്കും. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം?
ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 1st January 2020 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ക്രെഡിറ്റർ ആണ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്, ബാലൻസ് B/D എന്ന് പറയും. നമുക്കറിയാം BD എങ്ങോട്ടേക്ക് പോകണം? ക്രെഡിറ്റ് സൈഡിലേക്ക് പോകണം. അപ്പോൾ 20,400 എമൗണ്ട്. അതിന് സൈഡിൽ ഞാൻ C എന്ന് എഴുതിയത് കണ്ടില്ലേ? അത് ക്രെഡിറ്റിലേക്ക് പോകണം. അടുത്തതാണ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 31st December 2020. നമുക്കറിയാം ഡിസംബർ 31 ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അത് നമ്മൾ എവിടെ കാണിക്കണം? ബാലൻസ് C/D ആണ്, ഡെബിറ്റിൽ. അത് ഡെബിറ്റിൽ ഏറ്റവും അവസാനമാണ് കാണിക്കേണ്ടത്. ഇനി നിങ്ങളോട് ആ കാര്യം മറന്നുപോയി ആദ്യം കാണിച്ചാലും തെറ്റൊന്നുമില്ല, ആൻസർ കറക്റ്റ് ആയിരിക്കും. എന്നാലും ഫോമാറ്റ് പ്രകാരം ബാലൻസ് C/D ഏറ്റവും അവസാനമാണ് കാണിക്കേണ്ടത്. ആ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചോളൂ. അടുത്തതാണ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ഒരു ഡൗട്ടും വേണ്ട, ക്യാഷ് എവിടെയാണ് വരിക? ഡെബിറ്റിലാണ് 17,000 വരിക. കാരണം ക്രെഡിറ്റിൽ 2 BD മാത്രമേ വരുള്ളൂ, ബാലൻസ് B/Dയും ബിൽസ് പേബിൾ ഡിസോണേർഡും. അടുത്തത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. നമുക്കറിയാം ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റിലാണ് വരിക. അപ്പൊ ഡിസ്കൗണ്ട് 5,900 ഡെബിറ്റിൽ കാണിച്ചു. അടുത്തത് റിട്ടേൺ ഔട്ട്വാർഡ് ആണ്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റിട്ടേൺ ആണ്, ഡെബിറ്റിലാണ് കാണിക്കുക. 8,200 D എന്ന് എഴുതിയിട്ടുണ്ട്, ഡെബിറ്റിൽ പോയി. അടുത്തതാണ് ബിൽസ് പേബിൾ ഇഷ്യൂഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിൽസ് പേബിൾ എന്നോ ബിൽസ് പേബിൾ ഇഷ്യൂഡ് എന്നോ ബിൽസ് പേബിൾ ഗിവൺ എന്നോ കണ്ടാൽ അത് എവിടെയായിരിക്കും? ഡെബിറ്റിലായിരിക്കും. BD അതായത് ബിൽസ് പേബിൾ ഡിസ്ഓണേർഡ് മാത്രമാണ് എങ്ങോട്ട് പോവുള്ളൂ? ക്രെഡിറ്റ് പോവുള്ളൂ. അപ്പൊ ബിൽസ് പേബിൾ ഇഷ്യൂഡ് 14,000 ഡെബിറ്റിൽ എടുത്തു. അടുത്ത ഐറ്റം ക്യാഷ് പർച്ചേസ് ആണ്. മക്കളെ ശ്രദ്ധിച്ചോളൂ, ക്യാഷ് പർച്ചേസ് നമ്മൾ എവിടെ എടുക്കില്ല? ഈ അക്കൗണ്ടിലേക്ക് എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ഇൻഡു മാർക്ക് ഇട്ടത്, എടുക്കില്ല എന്നുള്ള അർത്ഥത്തിൽ. കാരണം എന്താണ്? ക്യാഷ് പർച്ചേസ് നമുക്ക് ടോട്ടൽ പർച്ചേസ് കാണാനാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു അക്കൗണ്ടിന് നമ്മൾ ഹെഡിങ് കൊടുക്കണം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഐറ്റത്തിന് നേരെയും സിയിലേക്കാണോ ഡിയിലേക്കാണോ, അതായത് ക്രെഡിറ്റ് സൈഡിലേക്കാണോ ഡെബിറ്റ് സൈഡിലേക്കാണോ പോവാന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ ക്യാഷ്, ബിൽസ് പേബിൾ, ഡിസ്കൗണ്ട്, റിട്ടേൺ ഔട്ട്വാർഡ്, ബാലൻസ് C/D ഇത്രയും ഐറ്റംസ് ഉണ്ടാവും. അതെല്ലാം കൂട്ടുക. 17,000-ഉം 17,000-ഉം 5,900, 8,200, 29,700 അവയെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 74,800 കിട്ടും. ആ 74,800 ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടലിലേക്കും മാറ്റുക. നിങ്ങൾ കണ്ടില്ലേ ക്രെഡിറ്റ് സൈഡ്, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലും 74,800. അതിൽ നിന്ന് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ആകെ ഒരു ഐറ്റം മാത്രമേ ഈ പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാലൻസ് B/D ആയ 20,400. അപ്പൊ ഈ 74,800-ൽ നിന്ന് ആ 20,400 കുറച്ചപ്പോൾ നമുക്ക് 54,400 കിട്ടി. അതാണ് ക്രെഡിറ്റ് പർച്ചേസ്. ഈ പ്രോബ്ലത്തിൽ എന്തില്ലായിരുന്നു? ബിൽസ് പേബിൾ ഡിസോണേർഡ് ഇല്ലായിരുന്നു. ആകെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് B/D മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ 74,800-ൽ നിന്ന് 20,400 കുറച്ചപ്പോൾ നമുക്ക് 54,400 കിട്ടി. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിച്ചു. നമ്മളോട് ഈ പ്രോബ്ലത്തിൽ ടോട്ടൽ പർച്ചേസ് കാണാനാണ് പറഞ്ഞത്. ടോട്ടൽ പർച്ചേസസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ ഏറ്റവും അവസാനമായിട്ട് ക്യാഷ് പർച്ചേസ് തന്നിട്ടുണ്ടായിരുന്നു, 12,000 ആണ്. ആ 12,000-ന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഈ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 54,400. ആ 12,000-ന്റെ കൂടെ 12,000-ന്റെ കൂടെ 54,400 ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 66,400. ദിസ് ഈസ് വെരി സിമ്പിൾ പ്രോബ്ലം. നമുക്ക് ഇതേപോലെ തന്നെയുള്ള മറ്റൊരു പ്രോബ്ലം കൂടെ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസ്. ഇനി എന്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞു പഠിച്ചോളൂ. ആദ്യത്തെ ഐറ്റം എന്താണ്? ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 1st January 2020 14,000. നമുക്കറിയാം ജനുവരി 1-ാം തീയതിത്തെ ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, അഥവാ ബാലൻസ് B/D ആണ്. അത് ഏത് സൈഡിലാണ് കാണിക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്തതാണ് ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. നമുക്കറിയാം ക്യാഷ് എവിടെയാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ. അടുത്തത് ഡിസ്കൗണ്ട് അലോഡ് ബൈ ദം. ഒരു ഡൗട്ടും ഇല്ല, ഡിസ്കൗണ്ട് എവിടെയാണ് കാണിക്കുക? ഡെബിറ്റ് സൈഡിൽ. അടുത്തത് ബിൽസ് പേബിൾ ഗിവൺ. നമുക്കറിയാം ബിൽസ് പേബിളും ബിൽസ് പേബിൾ ഗിവണും ബിൽസ് പേബിൾ ഇഷ്യൂഡും എവിടെയാണ്? ഡെബിറ്റിലാണ്. ക്രെഡിറ്റിൽ ആകെ വരിക BD, ബിൽസ് പേബിൾ ഡിസോണേർഡ്. ഓക്കെ, അപ്പൊ ബിൽസ് പേബിൾ ഗിവൺ 10,000 രൂപ, അത് നമ്മൾ എവിടെ കാണിക്കുന്നു? ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു. അടുത്തത് റിട്ടേൺ ഔട്ട്വാർഡ് അഥവാ പർച്ചേസ് റിട്ടേൺ ആണ്. ദർ ഇസ് നോ ഡൗട്ട് ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. ദെൻ ഫൈനലി ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആസ് ഓൺ 31st December 2020. നമുക്കറിയാം ഡിസംബർ 31-ാം തീയതിത്തെ ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് കാണിക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് C/D
ബാലൻസ് C/D ആയിട്ട് ഡെബിറ്റ് സൈഡിൽ തന്നെയാണ് 25,000. അടുത്തത് ക്യാഷ് പർച്ചേസ് ആണ് 10,000. നമുക്കറിയാം ക്യാഷ് പർച്ചേസ് എവിടെ എടുക്കരുത്, അക്കൗണ്ടിൽ എടുക്കരുത്. അത് ടോട്ടൽ പർച്ചേസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുട്ടികൾ ആ ക്യാഷ് പർച്ചേസ് എടുത്ത് തെറ്റിക്കാറുണ്ട്. നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്. അപ്പൊ നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ക്യാഷ്, ബിൽസ് പേബിൾ, ഡിസ്കൗണ്ട്, റിട്ടേൺ ഔട്ട്വാർഡ്, ബാലൻസ് C/D. ഇത്രയും ഐറ്റംസ് നമ്മൾ എവിടെ കാണിച്ചു? ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. 10,000 പ്ലസ് 10,000 പ്ലസ് 500 പ്ലസ് 3,000 പ്ലസ് 25,000 നമുക്ക് ടോട്ടൽ കിട്ടി 48,500. ആ 48,500 ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി അവിടെ നിന്ന് നമ്മൾ ബാലൻസ് B/Dയുടെ എമൗണ്ട് ആയ 14,000 കുറച്ചപ്പോൾ 34,500 നമുക്ക് ആൻസർ വന്നു. അതാണ് നമ്മുടെ ക്രെഡിറ്റ് പർച്ചേസ്. ഇനി ടോട്ടൽ പർച്ചേസ് കാണാൻ ക്യാഷ് പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ചോദ്യത്തിൽ 10,000 ആണ്. അതിന്റെ കൂടെ ക്രെഡിറ്റ് പർച്ചേസിന്റെ ആ ഒരു 34,500 കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 44,500. ഇത് നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻ ഫോർ സെൽഫ് പ്രാക്ടീസ് ആണ്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ചോദ്യം എഴുതിയെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സ്ക്രീനിൽ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ട്. ഇതാ 2 പ്രോബ്ലം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ 2 പ്രോബ്ലത്തിൽ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. BD എന്ന് ഓർത്താൽ മതി. BD എവിടെ കാണിക്കണം? 2 BD എവിടെ കാണിക്കണം നമ്മൾ? ഒരു BD എന്താണ്? ബാലൻസ് B/Dയും മറ്റൊരു BD ബിൽസ് പേബിൾ ഡിസ്ഓണേർഡും. ഈ 2 BD നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിച്ച് ബാക്കി എല്ലാ ഐറ്റവും എവിടെ കാണിച്ചാൽ മതി? ഡെബിറ്റിൽ കാണിക്കുക. ക്യാഷ് പർച്ചേസ് എടുക്കരുത്, അത് ടോട്ടൽ പർച്ചേസ് കാണാനും. എന്നിട്ട് നമുക്കറിയാം ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ ആയിരിക്കും കൂടുതൽ. ആ എമൗണ്ട് ക്രെഡിറ്റിലേക്ക് എഴുതി ആ 2 BD കുറച്ച് കഴിഞ്ഞാൽ, ചില പ്രോബ്ലത്തിൽ ഒരു BD ഉണ്ടാവുള്ളൂ, അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ക്രെഡിറ്റ് പർച്ചേസ്. അതിന്റെ കൂടെ ആ ക്യാഷ് പർച്ചേസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് ടോട്ടൽ പർച്ചേസസ്. ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ പർച്ചേസസും അതുപോലെ തന്നെ ക്രെഡിറ്റ് പർച്ചേസസും കാണാൻ പറ്റുക. ഇനി നമുക്ക് അതേപോലെ തന്നെ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കറിയാം ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം ക്രെഡിറ്റ് സെയിൽസ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. മക്കളെ, ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല, നേരെ തിരിച്ചിട്ടോളൂ. അതായത് നിങ്ങൾ ഓൾറെഡി ഞാൻ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പഠിപ്പിച്ചു തന്നില്ലേ? ആ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ 2 BD എവിടെയായിരുന്നു വരുന്നത്? ക്രെഡിറ്റ് സൈഡിലല്ലേ? ഇവിടെ നേരെ അതിനെ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. കഴിഞ്ഞു സംഭവം. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് B/Dയും അതുപോലെ തന്നെ ബിൽസ് പേബിളിന് പകരം എന്തായിരിക്കും? ബിൽസ് റിസീവബിൾ ഡിസോണേർഡും. ആ 2 BD നമ്മൾ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കിയപ്പോഴുള്ള 2 BDനെ ഇവിടെ നമ്മൾ നേരെ തിരിച്ചിട്ടു ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ബാലൻസ് B/D, ബിൽസ് റിസീവബിൾസ് ഡിസോണേർഡ്. ഈ 2 BD നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വേണ്ടത്? ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾസ്, ഡിസ്കൗണ്ട്, റിട്ടേൺ ഇൻവാർഡ്. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ സെയിൽസ് റിട്ടേൺ ആണ്. അലവൻസസ്, ബാഡ് ഡെപ്റ്റ്, ബാലൻസ് C/D. ബാലൻസ് C/D എന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്. ഇത്രയേ ഉള്ളൂ സംഭവം. എന്നിട്ട് ടോട്ടൽ സെയിൽസ് കാണാൻ ക്യാഷ് സെയിൽസിന്റെ കൂടി നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? ക്രെഡിറ്റ് സെയിൽസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ക്യാഷ് സെയിൽസിന്റെ കൂടെ ക്രെഡിറ്റ് സെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സെയിൽസ് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് 2ന്റെ ഫോർമാറ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ടത് ഞാൻ തന്നിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. കഴിഞ്ഞ വർഷം ഇതിന്ന് ചോദ്യം വന്നിട്ടില്ല. ഇതിന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ബിലോ ആവറേജ് കുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓൾസോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ PDF ഒക്കെ ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ സെൻഡ് ചെയ്ത് തരും. ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തിയറിയുടെ നോട്ടും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നന്നായിട്ട് പഠിച്ച് ഒരു റാപ്പിഡ് റിവിഷൻ അവസാന സമയമായിട്ടുണ്ട് അല്ലെ, ഇനി വളരെ കുറച്ച് മണിക്കൂറുകളെ നമ്മുടെ എക്സാമിനുള്ളൂ. എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കുക. ഒരിക്കൽ കൂടെ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, പരീക്ഷയ്ക്ക് എല്ലാ കാര്യങ്ങളും എഴുതി വെക്കണം. അല്ലാതെ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇട്ടേച്ച് പോരരുത്. കുറെ പേപ്പറുകളിൽ എഴുതി വെക്കുക അറിയുന്ന കാര്യങ്ങൾ. തിയറി എങ്കിലും നന്നായിട്ട് എഴുതുക. ഓരോ മൊഡ്യൂളിലെയും സിംഗിൾ എൻട്രിയിലും ഒക്കെ തിയറി വളരെ സിമ്പിൾ ആണ്. അതൊക്കെ നന്നായിട്ട് എഴുതി നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒരു പ്രോബ്ലം ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ അസർട്ടൈൻ ടോട്ടൽ സെയിൽസ് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2026. അപ്പൊ നമ്മളോട് December 31st 2026 ടോട്ടൽ സെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. നമുക്ക് ഓരോ ബാലൻസ് നോക്കാം.
അതിന്റെ സൈഡിൽ ഞാൻ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ എന്ന് ഷോർട്ടായിട്ട് DC എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഡെബിറ്റിന്റെ കാര്യം നമുക്കറിയാം. ഡെബിറ്റിൽ 2 BD വരുള്ളൂ. ഒരു ബാലൻസ് B/Dയും അതുപോലെ തന്നെ ഒരു ബാലൻസ് ഡിസോണേഡ് അല്ലെ, ബേസ് റിസീവബിൾസ് ഡിസോണേഡ്, ആ ഒരു 2 BD ആണ് വരുള്ളൂ. അപ്പൊ ആദ്യത്തേതാണ് ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആസ് ഓൺ 1st January 2026. അപ്പൊ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ് ബാലൻസ് B/D. അതൊരു BD ആണ്. ആ BD എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അടുത്തത് സെയിൽസ് റിട്ടേൺ ആണ് 10,000 rupees. നമുക്കറിയാം അത് ക്രെഡിറ്റിലാണ് വരിക. അടുത്തതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് റിസീവ് ചെയ്ത ക്യാഷ് നമുക്കറിയാം ആ 90,000 rupees എവിടെയാണ് വരിക? ക്യാഷ് ക്രെഡിറ്റിലാണ് വരിക. അടുത്തതാണ് ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തു, 6,000 രൂപയാണ്. അതും എവിടെയാണ് വരിക? ക്രെഡിറ്റിലാണ് വരിക, C. അടുത്തതാണ് ബിൽസ് റിസീവബിൾസ് റിസീവ്ഡ്. ബിൽസ് റിസീവബിൾസ് റിസീവ്ഡ് എവിടെയാണ് വരിക? 34,000 ആണ്, ക്രെഡിറ്റിലാണ് വരിക. അടുത്തതാണ് ബാഡ് അപ്റ്റ് 3,000. ബാഡ് അപ്റ്റ് 3,000 ക്രെഡിറ്റിലാണ് വരിക. അടുത്തതാണ് ബിൽസ് റിസീവബിൾസ് ഡിസ്ഓണേഡ്. നമുക്കറിയാം BD, ബിൽസ് റിസീവബിൾ ഡിസോണേഡിനെ നമ്മൾ BD എന്ന് പറയും. BD യോടെ വരണം, ഡെബിറ്റിൽ വരണം, 7,000 rupees. ദ ലാസ്റ്റ് വൺ ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് ആസ് ഓൺ 31st December 2026. അത് ക്ലോസിംഗ് ബാലൻസ് ആണ് ഡെപ്റ്റേഴ്സിന്റെ. ആ ഒരു 20,000 രൂപ നമ്മൾ ക്രെഡിറ്റിൽ തന്നെ കാണിക്കണം. അവസാനം തന്നത് ക്യാഷ് സെയിൽസ് ആണ്, 50,000 രൂപ. നമുക്കറിയാം അത് ആഡ് ചെയ്യാനുള്ളതാണ്. എന്തിന്റെ കൂടെ? നമ്മൾ ആ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ ക്രെഡിറ്റ് സെയിൽസിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നോക്കിക്കേ, സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾ. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് കാണിച്ചു? ബാലൻസ് B/Dയുടെ 24,000-ഉം അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾസ് ഡിസോണേഡിന്റെ 7,000-ഉം. ബാക്കി എല്ലാം ഇങ്ങോട്ടേക്ക് പോയി, ക്രെഡിറ്റ് സൈഡിലേക്ക് പോയി. ക്യാഷ് 90,000, ബിൽസ് റിസീവബിൾസ് 34,000, ഡിസ്കൗണ്ട് 6,000, റിട്ടേൺ ഇൻവാർഡ് അഥവാ സെയിൽസ് റിട്ടേൺ 10,000, ബാഡ് അപ്പ് 3,000, ബാലൻസ് C/D 20,000. ഇത്രയും എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ്. അപ്പോൾ ആ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അതായത് 90,000 പ്ലസ് 34,000 പ്ലസ് 6,000 പ്ലസ് 10,000 പ്ലസ് 3,000 പ്ലസ് 20,000. അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 1,63,000 കിട്ടും. ആ 1,63,000 നമ്മൾ ഡെബിറ്റിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അതിൽ നിന്ന് 24,000-ഉം 7,000-ഉം കുറച്ച് കഴിഞ്ഞാൽ 1,32,000, 1,32,000 കിട്ടും. അതാണ് ക്രെഡിറ്റ് സെയിൽസ്. ഇനി നമ്മളോട് പറഞ്ഞത് ടോട്ടൽ സെയിൽസ് കാണാനാണ്. അപ്പൊ ചോദ്യത്തിൽ ക്യാഷ് സെയിൽസ് തന്നിട്ടുണ്ട് അല്ലെ? എത്രയായിരുന്നു ചോദ്യത്തിൽ ക്യാഷ് സെയിൽസ്? 50,000 ആണ്. ആ 50,000-ന്റെ കൂടെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 1,32,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,82,000 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും തയ്യാറാക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ ആണ്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള. എന്നിട്ട് ക്യാഷ് സെയിൽസ് കണ്ടുപിടിക്കാൻ, അല്ല ടോട്ടൽ സെയിൽസ് കണ്ടുപിടിക്കാൻ. അപ്പൊ 3 അഡീഷണൽ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് 3ഉം ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഇത് കറക്റ്റ് ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഓക്കെ, നമ്മളെ 3rd സെമ്മിലും ഒരുപാട് സബ്ജക്റ്റിന്റെ നിങ്ങൾക്ക് 2 മേജർ പേപ്പർ ആണുള്ളത്. ബിസിനസ് റെഗുലേഷൻസും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും. അതിന്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഏർലി അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ട്യൂൺ ചെയ്യുക. എനിവേ, താങ്ക് യു.